ഒരു മമ്മൂട്ടി ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ മാസമായ ഒരു പടമാണ്. പിന്നെ ഈ പടം കാണാൻ ഫസ്റ്റ് ഡേ വന്നത് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് സൂചിപ്പിച്ചു. ഒരു ഫസ്റ്റ് ഡേ വന്ന് മമ്മൂട്ടിയുടെ സിനിമ കാണുന്നത് ഇപ്പോൾ ഒരു സാമൂഹ്യപരമായ ഇഷ്യൂ കൂടിയാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ കഴിഞ്ഞ കാലങ്ങളിൽ 10-40 വർഷമായി മലയാള സിനിമയിലുള്ള അദ്ദേഹത്തെ സംഘപരിവാർ ചേർന്ന് നടത്തുന്ന ഒരു അജണ്ടയിൽ അവരുടെ അജണ്ടയുണ്ട്. അജണ്ട എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് വലിച്ചഴിച്ച് സമൂഹത്തിലൊരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ മനസ്സറിയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അതിന് ജാതിയോ മതമോ ഒന്നുമില്ലാതെ സമ്മാനിച്ച മനുഷ്യനെ സംഘപരിവാർ ഒരു ചാപ്പ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വിഷയത്തിൽ നമ്മുടെ സമൂഹം കലാകാരന്മാരുടെ രാഷ്ട്രീയത്തിനപ്പുറം അവർ ഈ നാടിന് കെടുക്കുന്ന എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ അവരുടെ സംഭാവന കണക്കിലെടുത്ത് ഈ രാഷ്ട്രീയത്തിലേക്ക് അവരെ കൂട്ടിക്കലർത്തുക എന്ന് പറയുന്നതിൽ മാറി നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയാണിപ്പോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഇപ്പം നമ്മൾ നോക്കുമ്പം മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ വർഷങ്ങളായി ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മോഹൻലാലിൻ്റെ കൂടെ സ്വന്തം സഹചാരി ആന്റണി പെരുമ്പാവൂരാണ്. ശ്രീ ഉണ്ണി മുകുന്ദൻ്റെ ഒരു മാസ് സിനിമ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു മുസ്ലിം സംവിധായകനാണ്. അപ്പോൾ ഇവർക്കൊന്നും ഈ പറയുന്ന ജാതി മതമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആഹ്വാനങ്ങൾ അദ്ദേഹത്തെ നമ്മൾ കണ്ടു. വളരെ ഒരു എന്താ പറയുക, ഒരു സംഘപരിവാർ ഒരു മുസ്ലിം തീവ്രവാദിയായി ചിത്രീകരിച്ച രംഗം കണ്ടു. അപ്പം മമ്മൂട്ടിയുടെ സിനിമ കാണുക, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഐക്യദാർഢ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ വന്ന്, ഞാൻ ഇതുവരെ മമ്മൂട്ടിയുടെ ഒരു സിനിമയും ഫസ്റ്റ് ഡേ വന്ന് കണ്ടിട്ടില്ല, പക്ഷേ ഫസ്റ്റ് ഡേ വന്ന് കാണാനുള്ള സാഹചര്യം അദ്ദേഹത്തോടുള്ള സിനിമകളോടുള്ള സംഘപരിവാറിൻ്റെ അജണ്ടകളോടുള്ള വിയോജിപ്പാണ് അത് രേഖപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇവരുടെ രണ്ട് ഹാൻഡിലാണ്. ഇവർക്ക് നേരിട്ട് ഇവരുടെ ഫസ്റ്റ് നേതാക്കന്മാരെപ്പോഴും ഈ പറയുന്ന പോലെ വളരെ 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 പോളിഷ്ഡായിട്ട് സംസാരിക്കും. അതായത് ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കും. പക്ഷേ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവരികയാണ്. അതായത് മമ്മൂട്ടിക്കെതിരെ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിഭാഗത്തെ സൃഷ്ടിക്കുകയാണ്. രണ്ട് വിഭാഗം, അപ്പോൾ ഇത് ശരിയാണോ എന്ന് തോന്നുന്ന വിഭാഗം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് വർഗീയത ഉണ്ടാകുന്നത്. ഇത് ഇവർ ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ മറ്റേ ഷാരൂഖ് ഖാൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ദീപിക പദുക്കോൺ കണ്ടു. ഒരു കളറാണത്, ഒരു കളർ, സഫ്രോൺ കളർ. അതോടെ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ്, ചർച്ചകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവർ അങ്ങനെ വിഭജിക്കുകയാണ്. മമ്മൂട്ടിയെ ഇപ്പം SDPI കാരനായിട്ട് എടുക്കുന്നു, ഉണ്ണി മുകുന്ദന് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അജണ്ട വരുമ്പോഴത്തേനും ഇതൊന്നുമില്ലാത്ത മനുഷ്യർക്കിടയിൽ ഈ ഒരു ചിന്ത വരികയും സമൂഹത്തിൽ ഇത്തരം വിഭജനം കൊണ്ടുവരികയും അതിലൂടെ വോട്ടുണ്ടാക്കുകയും എടുക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ട. അതുകൊണ്ട് മമ്മൂട്ടി വ്യക്തിയോടല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന ആശയത്തോട്, ആ മനുഷ്യൻ ഈ നാട്ടിൽ നിന്നിട്ടുള്ള പല വിഷയങ്ങളിൽ ജാതി മത വ്യത്യാസങ്ങൾക്ക് ഉപരി നിന്നൊരാളാണ്. ആ ഐക്യദാർഢ്യം അതോട് കൊടുക്കുക എന്നുള്ളതാണ്. അത് മമ്മൂട്ടിയുടെ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടിയാണ് വിശ്വസിക്കുകയാണ്. താങ്ക് യു.